അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ദാൽ ലേക്കാണ്. നമ്മൾ ശ്രീനഗറിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ദാൽ ലേക്കാണ്. ദാൽ ലേക്ക് ഈ ഒരു സിറ്റീൻ്റെ സെൻറ്ററിലായിട്ടാണ് ഉള്ളത്. ഏകദേശം 8 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്ററോളം വീതിയും വരുന്നുണ്ട് ഈ ലേക്ക്. ദാൽ ലേക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ദാൽ ലേക്കിൽ സൺസെറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു നൈറ്റ് എക്സ്പീരിയൻസ് അതൊരു വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. പിന്നെ സൈഡിലായിട്ട് നല്ല ലക്ഷറി ഹോട്ടൽസ് ഉണ്ട്. പിന്നെ ഈ സിറ്റി ഓൾമോസ്റ്റ് ഈ ഒരു ലേക്കിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ കുറേ ലക്ഷറി ബോട്ട്സ് ഉണ്ട്. പിന്നെ നമ്മളെ ഹൗസ് ബോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇവിടെ വന്നിട്ട് ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൂടെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. വ്യാവസായിക ആവശ്യത്തിനുള്ള മീൻപിടുത്തത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ഹാർവെസ്റ്റിങ്ങിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ് ഈ ദാൽ ലേക്ക്. നമ്മൾ ടൂറിസ്റ്റേഴ്സാണെന്ന് അറിയുമ്പം നമ്മളടുത്ത് നിന്ന് ക്യാഷ് കുറച്ച് കൂടുതൽ വാങ്ങിക്കുക എന്നുള്ളത് എല്ലാ സ്ഥലത്തുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് കൂടി ഓക്കെ ആയിട്ടുള്ളൊരു പ്രൈസിൽ എത്തിക്കാൻ ശ്രമിക്കുക. നമ്മളിതാ ദാൽ ലേക്കിൽ ഷിക്കാര എന്ന് പറയുന്ന തോണിയുണ്ട്. അതായത് എൻഡ് കൂട്ടിട്ടുള്ളൊരു ടൈപ്പ് തോണി. അപ്പോൾ അതിൽ നമ്മൾ ബോട്ടിങ് നടത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൺസെറ്റിൻ്റെ സമയമാണിത്. ഇനി നമുക്ക് കൂടുതൽ വ്യൂസ് കാണാം. ഈജയാണ് കേട്ടോ അത്. ഈജേൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിലിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കേട്ടത്. ആർമീൻ്റെ പെട്രോളിംഗ് ബോർഡ്സ് ആണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത്. ഇവിടെ എല്ലായിടത്തുമായിട്ട് ആർമീൻ്റെ പ്രസൻസ് എല്ലാ സമയത്തും ഉണ്ട്. ദാൽ ലേക്ക് ലേക്ക് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ശ്രീനഗറിലാണ് ഈ ദാൽ ലേക്ക് ഉള്ളത്. ശ്രീനഗർ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൻ്റെ സമ്മർ ക്യാപിറ്റലാണ്. ഹിമാലയൻ റീജിയനിലെ കാഠ്മണ്ഡു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെയുള്ള ഏറ്റവും ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ശ്രീനഗറാണ്. ദാൽ ലേക്കിലെ ഷിക്കാര റൈഡ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു കാര്യമാണ്. ഷിക്കാര എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അറ്റം കൂർത്തിട്ടുള്ള ഒരു ടൈപ്പ് തോണിക്കാണ് ഷിക്കാര എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഈ ഒരു ദാൽ ലേക്കിനോട് ചേർന്നിട്ട് ഒരുപാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ്. ഇങ്ങനത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ കാശ്മീരി ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് മെയിനായിട്ട് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളിൽ ഇവർ വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. കാശ്മീരി പഷ്മീന ഷോളുകൾ, പിന്നെ ഇപ്പോൾ കണ്ട ടൈപ്പ് ഹാൻഡിക്രാഫ്റ്റ്സ്, ഇതൊക്കെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് ഫ്ലവറിൻ്റെ സീസൺ ആണെങ്കിൽ ഇവിടെ നിറയെ ഈ ഷിക്കാരയിൽ നിറയെ ഫ്ലവേഴ്സ് ആയിരിക്കും.
ഇവിടെ ഈ കാണുന്നത് വാട്ടർ ലിലീസാണ്. ഈ വാട്ടർ ലിലീസ് ഓരോ ആവശ്യത്തിന് ഇവിടുന്ന് എടുത്ത് കൊണ്ടുവന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ആൾക്കാർ അവിടെ സൈഡിൽ നിന്നിട്ട് ഫിഷിംഗ് ഉണ്ട്. പിന്നെ സഞ്ചരിക്കുന്ന ടീ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഈ ഒരു ദാൽ ലേക്കിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇപ്പോൾ കാശ്മീരി കാവൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കാശ്മീരിലെ കാവ ടേസ്റ്റ് ചെയ്യാതെ പോകരുത്. അപ്പം നമ്മൾ കാശ്മീരി കാവയും പക്കോടയാണ് കഴിച്ചിട്ടുള്ളത്. നമ്മളെ നാട്ടിലുള്ള കാവ എന്ന് പറയുന്നത് ഈ ഒരു കാശ്മീരി കാവയായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. പിന്നെ ദാൽ ലേക്കിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞത് അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഈ ദാൽ ലേക്കിൽ ഇപ്പോൾ ഈ കാണുന്നത് ലക്ഷറി ഹൗസ് ബോട്ട്സാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അടക്കം ഒരു ഡേക്ക് 13,500 രൂപ വരെ എക്സ്പെൻസ് വരുന്ന ലക്ഷറി ഹൗസ് ബോട്ട്സാണിത്. അപ്പം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മതി. നമ്മൾക്ക് ഏത് പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിലും അതിനൊക്കെ പറ്റിയിട്ടുള്ള ടൈപ്പ് ഹൗസ് ബോട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇവർ ഇതിൻ്റെ ഈ ഒരു ലേക്കിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഇവരുണ്ടാവും. അപ്പോൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏത് റേഞ്ചിലുള്ള ഹൗസ് ബോട്ട് വേണമെങ്കിലും റെഡിയാക്കി തരും. ഈ കാണുന്നത് ലോട്ടസിൻ്റെ ഒരു ഗാർഡനാണ് കേട്ടോ. ഇപ്പോൾ സീസൺ സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം ലോട്ടസ് ആയിരിക്കും. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അത്ര കാണുന്നില്ല. പിന്നെ അതിൻ്റെ ആ പിന്നിലായിട്ട് കാണുന്ന ആ ഹൗസ് ബോട്ട്സ് പാർട്ടി, കോക്ടെയിൽ പാർട്ടി അതുപോലെയുള്ള പാർട്ടികൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള ഹൗസ് ബോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ ബുക്ക് ചെയ്താൽ നമുക്ക് അവിടെ വെച്ചിട്ട് ഫങ്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ഈവനിങ് ആവാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷിക്കാരാസ് അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ശരിക്കും ഈ ഒരു ദാൽ ലേക്കിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു പ്രത്യേക കൾച്ചർ തന്നെ ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫുഡുണ്ട്, പിന്നെ ലക്ഷറി സ്റ്റേ സൗകര്യങ്ങളുണ്ട്, പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ശരിക്കും ദാൽ ലേക്ക് ഒരു ഹബ്ബായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മൾ പിന്നിൽ കേൾക്കുന്നത് മലയാളീസിന്റെ വോയിസ് ആണ്. അപ്പൊ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അവര് മാങ്കാവുന്നാണ്. നമ്മൾ ഫറൂഖെന്നും അവര് മാങ്കാവുന്നു. നമ്മൾ ഈവനിങ്ങിലാണ് ഷിക്കാരയിൽ കയറിയത്. ഇപ്പോൾ അതാ ഏകദേശം രാത്രി ആയി തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഇതാ മൊത്തം ലൈറ്റുകളൊക്കെ ഓൺ ചെയ്ത് മൊത്തം നല്ല ആക്റ്റീവായി. അപ്പോൾ ഈ നമ്മൾ കയറി ഷിക്കാരയിൽ നിന്ന് ഇവരിവിടെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളിൽ ഡ്രസ്സുകളുണ്ട്, പിന്നെ പഷ്മീന ഷോളുകളുണ്ട്, പിന്നെ വുള്ളൻ ക്ലോത്ത്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ദാൽ ലേക്ക് കയറിയപ്പം ഈവനിങ് ആയിരുന്നു. ഈവനിങ്ങത്തെ കാഴ്ചകളൊക്കെ കണ്ട് അത് കഴിഞ്ഞ് നൈറ്റ് ആവുന്ന ആ ഒരു ലൈവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ രാത്രി സമയത്ത് ദാൽ ലേക്കിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മടങ്ങുന്ന സമയത്താണ് വേറൊരു വ്യൂ കൂടി കിട്ടിയത്. ദാൽ ലേക്കിലുള്ള മ്യൂസിക്കൽ ഫൗണ്ടെയിൻ.
ഞങ്ങളിതാ ശ്രീനഗറിലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാണ്. ഇവിടെ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടുത്തെ സീസൺ ഇതാണെന്ന് അറിയുന്നതുകൊണ്ട് അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അവിടെ തൊട്ടേ ഇങ്ങനെ ലഗേജ് ക്യാരി ചെയ്ത് കൊണ്ടുതന്നെ ആവശ്യമില്ല. ഇവിടെ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ നല്ല റേറ്റ് ഡിഫറൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു തണുപ്പ് കാലത്തൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റേറ്റ് കുറവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ സമയം ഇപ്പോൾ 11 മണിയായി. ഞങ്ങൾ റൂമിലേക്ക് മടങ്ങാണ്. നാളെ വീണ്ടും കാണാം. ബൈ ബൈ.